നമസ്കാരം ഗൈസ്. നമ്മുടെ നിയമസഭാ ഇലക്ഷൻ പൊടിപിടിക്കുകയാണ്. എന്നാൽ കടുത്തുരുത്തി മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്ന MLAയുടെ പോരായ്മയാണ്. പോരായ്മ ഒന്ന് ഞാൻ കണ്ടത് പറയാം. ഒന്ന്, കുറുപ്പന്തറ കല്ലറ റോഡിൽ റെയിൽവേ ട്രാക്കിന് മേലൂടെ മേൽപ്പാലം പണിതില്ല. അതൊരു വലിയ പോരായ്മയായിട്ടാണ് അവർ പറയുന്നത്. അത് പോരായ്മയാണ്, അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത് LDF ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ മാഞ്ഞൂർ പഞ്ചായത്തിലാണ് ഈ റെയിൽവേ പാലം പണിയുവാനായിട്ട് ഈ റെയിൽവേ ട്രാക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ മാഞ്ഞൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF തന്നെയാണ്. എന്നിട്ട് എന്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനകത്ത് അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല? അതെങ്ങനെയാണ് പ്രതിപക്ഷ MLAയുടെ കഴിവുകേടാകുന്നത്? നമുക്കറിയാം, ഒരു പഞ്ചായത്ത് LDF ആണ് ഭരിക്കുന്നതെങ്കിൽ BJPയുടെയോ UDFൻ്റെ ഒരു മെമ്പർക്ക് അവരുടെ ഒരു വികസന പദ്ധതി വേണ്ട ഒരു കക്കൂസെങ്കിലും അനുവദിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ തടസ്സമാണ്. അങ്ങനെയാണെങ്കിൽ ഭരിക്കുന്ന കക്ഷി, ഭരണപക്ഷത്ത് ഇരിക്കുന്ന ആ പാർട്ടി, എതിർ പാർട്ടിയിലുള്ള MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെമ്പർ ആയിക്കോട്ടെ, ഇവരെങ്ങനെയാണ് എപ്പോഴും ഫണ്ട് അനുവദിച്ച് കൊടുക്കുന്നത്? MLAയ്ക്ക് ഒരു വർഷം 5 കോടി രൂപ ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അത് പതിയെ കൊടുക്കാം, അതിൻ്റെ അകത്ത് ഡിലേ വരുത്താം, അത് അപ്രൂവ് ചെയ്യാതിരിക്കാം. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കേസ് കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞിരിക്കുന്നത് MC റോഡിൽ ഒരു വളവ്, ആ വളവിൽ എപ്പോഴും അപകടം നടക്കുന്നതിനെക്കുറിച്ചൊരു വീഡിയോ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഈ കടുത്തുരുത്തി മണ്ഡലത്തിലുള്ള എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ജോജോ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ട് എന്തുകൊണ്ട് MC റോഡ് നന്നാക്കാൻ പറ്റിയില്ല? MC റോഡിൽ അപകടമുള്ള വളവുകൾ നോക്കാൻ പറ്റിയില്ല? ഇത് MLAയുടെ കഴിവുകേടാണെന്ന് എങ്ങനെ പറയുന്നത്? ഭരിക്കുന്ന പാർട്ടി LDFൻ്റെ കഴിവുകേടല്ലേ ഇത്? കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ട് അവരുടെ പോരായ്മയല്ലേ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്? അതുപോലെ സയൻസ് സിറ്റിയുടെ കേസ്. സയൻസ് സിറ്റി തുടങ്ങിയത് ശരിക്കും പറഞ്ഞ് ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് അതിൻ്റെ അടിസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് കോൺഗ്രസ്സിലായിരുന്നു, KSK മാണിയും കോൺഗ്രസ്സിലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ്. സ്ഥലമേറ്റെടുത്തൊക്കെ അന്നത്തെ കാലത്താണ്. അത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ജോസ് കെ മാണി LDFിലേക്ക് പോയത്. അതുപോലെ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയാണ്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കണ്ണൂർ എയർപോർട്ട് അടിസ്ഥാനം ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ഓക്കെ, ഇങ്ങനെ കുറച്ച് പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തു. അതിപ്പോൾ LDFൻ്റെ കഴിവുകൊണ്ടാണ്, ഇച്ഛാശക്തി കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസ് കാണുന്നുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കോട്ടയം ബേക്കറി ജംഗ്ഷനിൽ അവിടെ ഒരു ഓവർ ബ്രിഡ്ജ്, ഒരു മേൽപ്പാലം, ഇരുമ്പ് കമ്പി കൊണ്ട് ഇപ്പോഴും ആളുകൾ കളിയാക്കി പറയുന്നുണ്ട്. അതിനുശേഷം തൃശ്ശൂരും പല ടൗണുകളിലും അതുപോലുള്ള പാലം പണിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോട്ടയം തുടങ്ങിയതിന് ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിന് തുടക്കം ഇട്ടതിന് ശേഷമാണ് തൃശ്ശൂർ അത് തുടങ്ങി. ആ റൗണ്ടാന അവരവിടെ അത് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ്സിന് ശേഷം വന്ന LDF ഗവൺമെൻറ് അതിന് ഫണ്ട് അനുവദിച്ചു കൊടുത്തില്ല. ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് ഇന്നും അതിങ്ങനെ ചിലന്തി വല പോലെ അതിങ്ങനെ ഇരിക്കുന്ന ആളുകൾ കളിയാക്കുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു. ഈ കോട്ടയത്ത് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ ഒരു ബോട്ട് ജെട്ടി ഏകദേശം 8-10 കോടി രൂപയോളം ചിലവിൽ തുടങ്ങി പകുതിക്കൽ വെച്ച് നിർത്തി. അടുത്ത് വന്ന ഗവൺമെൻറ് ഫണ്ട് കൊടുത്തില്ല. അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. മാറി വരുന്ന ഭരണം, അവരുടെ ഇടയിലുള്ള ഈഗോ, അവർ ഒരു പാർട്ടി തുടങ്ങി വെച്ചത് മറ്റേ പാർട്ടി കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ പോരായ്മ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ കടുത്തുരുത്തി മണ്ഡലത്തിൽ ഇവിടെ LDF കാണിക്കുന്നത് ഈ പോരായ്മ എടുത്ത് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ അത് LDFൻ്റെ പരാജയമാണ്. അത് പ്രതിപക്ഷ MLAയുടെ പരാജയമെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. എഴുമാന്തൂരത്ത് ഭാഗങ്ങളിലൊക്കെ റോഡുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ദേശീയ തലത്തിലുള്ള സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ ഫണ്ട് അനുവദിച്ചുകൊണ്ട് റോഡ് വികസനത്തിനുള്ള ഫണ്ട് അനുവദിച്ചിട്ട് MLA തിരിഞ്ഞു നോക്കിയില്ലെന്നാണ്. എങ്ങനെയാണ് MLA തിരിഞ്ഞു നോക്കുന്നത്? പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ MLAയുടെ പല പ്രൊജക്റ്റുകൾ ഇവരങ്ങേറി. ഇപ്പം കടുത്തുരുത്തിയിലെ ബൈപ്പാസ് വർഷങ്ങളോളം കടന്നെന്ന് പറയുന്നു. അതിന് വേണ്ട ഫണ്ട് അനുവദിച്ചു കൊടുക്കേണ്ടത് ഭരിക്കുന്ന സർക്കാരാണ്. അവിടെ നിന്ന് ഡിലേ വരുമ്പോഴാണ് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, അവർക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഈ 10 വർഷം മുമ്പ് മനസ്സുവാസം 25 വർഷമായി ഇവിടെ MLA ആയിട്ടിരിക്കുന്നു. അദ്ദേഹം മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്. അദ്ദേഹം ഇരിക്കുന്ന കാലങ്ങളിൽ ധാരാളം വികസനങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യുന്നതിന് ലിമിറ്റുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ ആ ഒരു ലിമിറ്റേഷനെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോരായ്മയായിട്ട് ഇവരെ പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDFൻ്റെ ഭരണ പരാജയം കാണിച്ചുകൊണ്ടാണ് LDF ഇപ്പോൾ കടുത്തുരുത്തി മണ്ഡലത്തിൽ വോട്ട് ചോദിക്കുന്നത്. നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. 2015-16 കേരള ഗവൺമെൻറ്റിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് 1.62 ലക്ഷം കോടി രൂപയായിരുന്നു. എന്നാൽ ഇന്നത് 5 ലക്ഷം കോടി രൂപയുടെ കടമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്.
അതായത് ഓരോ പ്രാവശ്യവും കടമെടുത്ത് കടം ഒന്നിനു മേൽ ഒന്നായിട്ട് കടം കൂടിക്കൂടി വരുവാണ്. കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. കാരണം നമ്മൾ എല്ലാ കാര്യത്തിനും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നൊരു സ്റ്റേറ്റാണ്. എന്ത് വികസന പദ്ധതി ആണെങ്കിലും നമുക്ക് ഫണ്ടിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി കുറവുള്ള സംസ്ഥാനമാണ്. കാരണം ഇവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്ന പിള്ളേരാണ്, അവിടെ നിന്ന് ഫണ്ട് അയച്ചു കൊടുത്താണ് ഇവിടുത്തെ പല കാര്യങ്ങളും ഓടുന്നത്. ഇവിടെ ആകപ്പാടുള്ള ടൂറിസമാണ്. പിന്നെ ഇവിടെ നമുക്ക് ഗവൺമെൻറ്റിന് ബെനിഫിറ്റ് കിട്ടുന്ന എന്താണ്, ലോട്ടറി ഉണ്ട്, പിന്നെ 2 ലിക്കർ ഷോപ്പുകളാണ്. ഇതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. അല്ലാതെ ഇവിടെ പ്രൊഡക്ടിവിറ്റി കമ്പനികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സംസ്ഥാനമാണിത്. ഇവിടെ ഈ വികസനം മുരടിപ്പ് നമ്മൾ പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റിൻ്റെ വീഴ്ച തന്നെയാണിത്. കടുത്തുരുത്തി മണ്ഡലത്തിലെ ഈ ഒരു കാര്യം പറഞ്ഞ ഈ ഒരു കാര്യം, അതായത് പ്രതിപക്ഷ MLAയുടെ നെഗറ്റിവിറ്റി എക്സ്പോസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ശരിക്കും LDFിൻ്റെ കഴിവുകൾ തന്നെയാണ് കാണിക്കുന്നത്. 10 വർഷം ഭരിച്ച സർക്കാരിൻ്റെ കഴിവുകളാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. നമ്മുടെ കടുത്തുരുത്തിയിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ജയിച്ചെന്നാൽ, കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ നമുക്കൊരു മന്ത്രിയാണ് കിട്ടുന്നത്. അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ ചെയ്യാൻ സാധിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. നല്ലൊരു വ്യക്തിയാണ്, സാധാരണ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് MLA ആയിട്ടിരിക്കുന്ന വ്യക്തി, ധാരാളം അനുഭവ സമ്പത്തുള്ള വ്യക്തി, എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പല ഡെവലപ്മെൻറ്റ്സും അയാൾ ഭരണപക്ഷത്തിരുന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള കഴിവുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് നമ്മുടെ മണ്ഡലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ഭരണകക്ഷി അത് UDF ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി വികസനങ്ങൾ നമുക്കൊണ്ട് UDF ആയിരിക്കും. UDF ആണെന്നല്ല, UDF ആണ് വരുന്നത്. കാരണം ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിച്ചു കഴിഞ്ഞു, അതിന് വേണ്ട രീതിയിൽ ജനങ്ങൾ പെരുമാറിക്കഴിഞ്ഞു. ഇനി വരുന്ന UDF ആണ്. UDF ജയിച്ചെന്നാൽ നമുക്കൊരു മന്ത്രിയാണ് നമ്മുടെ മണ്ഡലത്തിൽ വരുന്നത്. അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ജനങ്ങൾ ഇതറിഞ്ഞ് മോൻസ് ജോസഫിന് വോട്ട് ചെയ്യുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ബൈ.